തീവ്രവാദികൾ മുഴക്കിയിരുന്ന മുദ്രാവാക്യങ്ങൾ, ആസാദി മുദ്രാവാക്യങ്ങളാണ് ഈ കൂട്ടർ മുഴക്കിയത്. ഞാനും പ്രധാനമന്ത്രിയാകുമെന്നാണ് ഈ വിഡ്ഢിയായ രാഹുൽ ഗാന്ധി വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതാനും സമയങ്ങൾക്ക് മുമ്പാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻജി, ഞങ്ങളുടെ പ്രിയപ്പെട്ട മന്ത്രി, നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചിരിക്കുന്നത്. രാജിക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നു, ഞാൻ രാജിവെക്കുന്നത് ഈ രാജ്യത്തെ ചെറുപ്പക്കാരുടെ വികാരം പരിഗണിച്ചുകൊണ്ടാണ്. അവരെ കൂടുതൽ കള്ളക്കേസുകളിൽ, അവരെ കൂടുതൽ കേസുകളിൽ പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ പലതരത്തിലുള്ള കള്ളക്കേസുകളിൽ പെടുത്താൻ രാജ്യവിരുദ്ധ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ യുവത്വത്തിന് വേണ്ടിയാണ് ഞാൻ രാജിവെക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണ് കുറച്ചു ദിവസമായി ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഡൽഹിയിൽ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട സമരമാണ് എന്നാണ് പുറത്തു പറയുന്നത്. പക്ഷെ ഡൽഹിയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യങ്ങൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങളല്ല. ഉമർ ഖാലിദിനെ സ്വതന്ത്രനാക്കണമെന്നുള്ള മുദ്രാവാക്യം എങ്ങനെയാണ് ഈ നീറ്റ് പരീക്ഷയുടെ സമരവേദിയിൽ നിന്ന് ഉയരുന്നത്? ആർട്ടിക്കിൾ 370 അത് പുനഃസ്ഥാപിക്കണമെന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നീറ്റ് സമരവേദിയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്? കാശ്മീർ മാംഗേ ആസാദി, ഇന്ത്യ മാംഗേ ആസാദി, ഈ ആസാദി മുദ്രാവാക്യങ്ങൾ എന്തിന്റെ പേരിലാണ് ഈ സമരപ്പന്തലുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്? ഈ രാജ്യത്തെ വിഘടനവാദികൾ, വിധ്വംസക ശക്തികൾ ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യുകയാണ്. ഇവിടുത്തെ ജൻസി ചെറുപ്പക്കാരെ, ഈ നാടിന്റെ യുവത്വത്തെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഈ രാജ്യത്തെ നശിപ്പിക്കാൻ തക്കം പാർത്ത് കിടക്കുന്ന വിധ്വംസക ശക്തികൾ, ആ ശക്തികൾ ഈ സമരത്തിലേക്ക് നുഴഞ്ഞു കയറുകയാണ്. രാജ്യത്തെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത്. പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും സേനാ വിഭാഗങ്ങളുടെയും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് ഡൽഹിയാണ്. വലിയ വലുപ്പമൊന്നുമില്ലല്ലോ ഈ ഡൽഹിക്ക്. അവിടെയാണ് ഇത്തരത്തിലുള്ള അരാജകത്വത്തിലുള്ള ശ്രമം നടക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ അതീവ സുരക്ഷയുള്ള പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഒരു പെർമിഷൻ പോലും ചോദിക്കാതെ മാർച്ച് നടത്തുകയാണ്. ഇതൊക്കെ ഇന്ത്യ മഹാരാജ്യത്ത് കേട്ടുകേൾവിയുണ്ടോ? ഒരു പ്രതിപക്ഷ മര്യാദ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുണ്ട്. ആ പ്രതിപക്ഷ മര്യാദ എന്താണ് എന്ന് അത് ലവലേശം തൊട്ട് നീണ്ടിയിട്ടില്ലാത്ത ആളാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഇപ്പോഴും വിചാരിക്കുന്നത് അയാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്നാണ്. കാരണം അദ്ദേഹം അങ്ങനെ പ്രധാനമന്ത്രിമാരുടെ ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബക്കാർ പലരും പ്രധാനമന്ത്രിമാരായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും പ്രധാനമന്ത്രിയാകുമെന്നാണ് ഈ വിഡ്ഢിയായ രാഹുൽ ഗാന്ധി വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു 100 ജന്മം ജനിച്ചാലും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകില്ല എന്നുള്ള ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാ. കോൺഗ്രസിലെ ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിൽ നിന്ന് കുടിയിറക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ഈ കുറ്റം പറയുന്ന പ്രധാനമന്ത്രി ഉണ്ടല്ലോ, സാക്ഷാൽ നരേന്ദ്രമോദി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാകുമ്പോ ഈ രാജ്യം 10ാം സ്ഥാനത്തായിരുന്നു സാമ്പത്തികമായിട്ട്. ഇന്ന് എത്രയാണെന്നറിയോ? ഈ കൂറ സമരത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് പറയുന്നവർ മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. ഇന്ന് ആ 10ാം സ്ഥാനത്ത് നിന്ന് ഇന്ന് 5ാം സ്ഥാനവുമല്ല 4ാം സ്ഥാനത്തേക്ക് ഭാരതം ഇന്ന് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി കുതിച്ചിട്ടുണ്ട് എങ്കിൽ അത് നരേന്ദ്രമോദി എന്ന് പറയുന്ന നെഞ്ചുറപ്പുള്ള ഭരണാധികാരിയുടെ കഴിവാണ് എന്ന് ഈ കൂറ സമരത്തിന് പിന്തുണ കൊടുക്കുന്നവർ മനസ്സിലാക്കുന്ന വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവരുടെയൊക്കെ മുദ്രാവാക്യം ഈ നീറ്റ് എക്സാം ആയിരുന്നില്ല, ആസാദി മുദ്രാവാക്യങ്ങളായിരുന്നു. ഈ പറയുന്ന ജമ്മു കാശ്മീരിലും അതുപോലെ തന്നെയുള്ള പ്രദേശങ്ങളിൽ തീവ്രവാദികൾ മുഴക്കിയിരുന്ന മുദ്രാവാക്യങ്ങൾ, ആസാദി മുദ്രാവാക്യങ്ങളാണ് ഈ കൂട്ടർ മുഴക്കിയത്. ഒരുത്തൻ വയനാട്ടിൽ കുറെ ആളുകൾ ഡൽഹിക്ക് പോയിട്ടുണ്ട്. ഇപ്പോ ഡിവൈഎഫ്ഐയുടെ 1000ഓളം ആളുകളാണ് പോയത്. അവര് ഡൽഹിയിൽ പോയി ഈ കൂറ സമരത്തിന് പിന്തുണ കൊടുക്കാനാണ് പോയത്. പക്ഷെ ട്രെയിൻ പുറപ്പെട്ട് കുറച്ചു ദൂരം ആകുമ്പോഴേക്ക് നമ്മൾ ആ സമരത്തിൽ നിർണായകമായ തീരുമാനമെടുത്തു. കേന്ദ്ര സർക്കാർ എത്ര അനുഭവപൂർണമായിട്ടുള്ള
എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.